विश्वजनीनं विश्वदमन्त्रं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिൽ നിന്നമൃതായി പകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ प्यारे बच्चों नमस्ते। आज की हिंदी कक्षा में सबका हार्दिक स्वागत है। तो पिछली कक्षा में हमने एक टिप्पणी पढ़ी थी। टिप्पणी का नाम क्या था? हताशा से एक व्यक्ति बैठ गया था। ओके, तो हमने वो पाठ पूरा किया था। आज हम अगले पाठ की ओर जाएंगे। पाठ का नाम है टूटा पहिया। അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. ആ പാഠത്തിൻ്റെ പേരാണ് ടൂട്ട പഹിയ. അപ്പോൾ ആ പാഠം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ചെറിയ ചിത്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് നോക്കുക. എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ഒരു വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു പൊട്ടിയ ചെരുപ്പും അതിൻ്റെ മുകളിൽ കയറി നിന്ന് പോകുന്ന ഒരു കോഴിക്കുഞ്ഞും അല്ലേ? ആ ചെരുപ്പിൻ്റെ കോലം നിങ്ങൾ നോക്കിയേ. അത് ഉപയോഗശൂന്യമായ ഒരു ചെരുപ്പാണ്. ഓ ചപ്പൽ ടൂട്ടി ഹുയി ഹെ, അത് പൊട്ടിപ്പോയ ഒരു ചെരുപ്പാണ് അല്ലേ? तो उसके ऊपर एक चूसा खड़ा है, ഒരു കോഴിക്കുഞ്ഞ് അതിൻ്റെ മുകളിൽ കയറി നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മൾ പ്രത്യക്ഷത്തിൽ ഉപയോഗശൂന്യം എന്ന് തോന്നിയ ഒരു പൊട്ടിയ ചെരുപ്പ് ആ കോഴിക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവൻ രക്ഷിക്കാൻ പ്രാപ്തമായ ഒരു സാധനമായി മാറി. മനസ്സിലായില്ലേ? സാധാരണ രീതിയിൽ ചെരുപ്പ് എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല ആ സാധനം ഇനി. കാരണം അതിൻ്റെ വള്ളിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്ക് കാലയിലിട്ട് നടക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെരുപ്പ് എന്ന രീതിയിൽ അത് ഉപയോഗശൂന്യമാണ്. പക്ഷേ ആ കോഴിക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായകരമായ ഒരു വസ്തുവായി ആ ചെരുപ്പ് മാറി അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ നിസാരരെന്ന് കരുതുന്നവരും അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ സാധനമാണെന്ന് കരുതി നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന സാധനങ്ങളും നമുക്ക് ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ഉപകാരപ്പെട്ടേക്കാം. ഒരു സൂചിയും ഒരു വാളും കൂടി അടുത്തടുത്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കാം. ഏതിനാണ് ഗമ കൂടുതൽ? വാളിനായിരിക്കും അല്ലേ? കാരണം വാളിൻ്റെ മുമ്പിൽ സൂചി വളരെ നിസാരനാണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കേ, നമ്മുടെ ഷർട്ടിൻ്റെ ഒരു ബട്ടൺസ് പൊട്ടിപ്പോയാൽ അത് മാറ്റി വെക്കാൻ ആ വലിയ ഗമയുള്ള വാളുകൊണ്ട് സാധിക്കുകയില്ല. വാളുകൊണ്ട് ഷർട്ട് തുന്നാൻ പറ്റുമോ? ബട്ടൺസ് തുന്നാൻ പറ്റുമോ? വാളുകൊണ്ടൊരു ബട്ടൺസ് തുന്നാൻ പറ്റുമോ? നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. അതിനെന്ത് തന്നെ വേണം? നിസാരനെന്ന് കരുതുന്ന ആ സൂചി തന്നെ വേണം അല്ലേ? അപ്പം ഓരോ കാര്യങ്ങൾക്കും ആരാണ് ഉപകാരപ്പെടുക നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സാധനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ നിസാരമാണ് എന്ന് കരുതുന്ന എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായ ഉപകാരങ്ങൾ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. कविता का नाम क्या है? टूटा पहिया। ये पहिया का मतलब क्या है? पहिया का मतलब है चक्रम. पहिया എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രം, വീൽ. ടൂട്ട, ടൂട്ടന നിങ്ങൾക്കറിയാം എന്താ? തകരുക, പൊട്ടുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ടൂട്ട पहिया എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പൊട്ടിയ ചക്രം, പൊട്ടിയ ചക്രം എന്നാണ്. അപ്പോൾ എന്താണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. तो हमारे पाठ का नाम है टूटा पहिया। यह किस प्रकार की रचना है? एक कविता है। कवि का नाम क्या है? धर्मवीर भारती. അപ്പോൾ നമുക്ക് കവിത ഒന്ന് വായിച്ചു നോക്കിയാലോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. टूटा पहिया, धर्मवीर भारती। मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए। अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्थी आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब
रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ। मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। इतिहासों की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे पहियों का ആശ്രയ ले। അപ്പോൾ എന്താണ് ഈ കവിതയിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. मैं रथ का टूटा हुआ पहिया हूँ. मैं ഞാൻ രഥ കാ ടൂട്ടാ ഹുവ पहिया हूँ. ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ഞാൻ രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे फेंको मत. പക്ഷേ എന്നെ എറിഞ്ഞു കളയരുത്. എന്നെ എറിഞ്ഞു കളയരുത്. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए. क्या जाने എന്തറിയാം. കബ് ഇസ് ദുരൂഹ് ചക്രവ്യൂഹമേ എപ്പോഴാണ് ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ അക്ഷൗഹിണി സേനാവോക്കോ ചുനൗത്തി ദേഖ്താ ഹുവ അക്ഷൗഹിണി സേനകൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ചുനൗത്തി എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയാണ്. കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഘിർ ജായ് ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു എന്ന് വളയപ്പെടുന്നത്. അപ്പോൾ നോക്കിയേ എന്താണ് അവിടെ പറഞ്ഞ സന്ദർഭം. ഈ അക്ഷൗഹിണി സേനയും ദുസ്സാഹസി അഭിമന്യുവും അതുപോലെ ചക്രവ്യൂഹമൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് പുരാണങ്ങളിലേക്ക് പോകണം. മഹാഭാരത യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദർഭമാണ് ഈ കവിതയിൽ പറയുന്നത്. ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധതന്ത്രമാണ്. ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധതന്ത്രമാണ്. യുദ്ധങ്ങളിൽ പല തന്ത്രങ്ങളുമുണ്ട്. അതിലൊന്നാണ് ചക്രവ്യൂഹം. ഇനി അഭിമന്യു ആരായിരുന്നു? അഭിമന്യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അർജുനൻ്റെ മകനായിരുന്നു അഭിമന്യു. അഭിമന്യുവിൻ്റെ അമ്മ ശ്രീകൃഷ്ണൻ്റെ പെങ്ങളുമായിരുന്നു. അപ്പോൾ അർജുനൻ്റെ മകനായ അഭിമന്യു മഹാഭാരത യുദ്ധത്തിനിടയിൽ ഒരു ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ അഭിമന്യുവിന് ഈ ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കാൻ അറിയാമായിരുന്നു, പക്ഷേ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ അറിയില്ലായിരുന്നു. മനസ്സിലായില്ലേ? അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കാൻ അറിയാമായിരുന്നു, പക്ഷേ അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി അറിയില്ലായിരുന്നു. അക്ഷൗഹിണി സേന എന്ന് നിങ്ങൾ അതിനകത്തൊരു വാക്ക് കണ്ടോ? അക്ഷൗഹിണി സേന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കുക, സമ്പൂർണ്ണ ചതുരംഗിണി സേന എന്നാണ് അതിന് വേറൊരു പേരുള്ളത്. അതിലെന്തൊക്കെയാണ് ഉള്ളത് നോക്കിയേ. 1,09,350 पैदल എന്ന് പറഞ്ഞാൽ 1,09,350 കാലാൾപ്പട. പിന്നെ നോക്കിയേ 65,610 घोड़े 65,610 കുതിരകൾ. ഇനി 21,870 രഥ് 21,870 രഥങ്ങൾ. തഥാ 21,870 ഹാത്തി 21,870 ആനകൾ. അപ്പോൾ ഇത്രയും സംഗതികളുള്ള ഒരു സേനയ്ക്കാണ് എന്ത് പറയുന്നത്? അക്ഷൗഹിണി സേന എന്ന് പറയുന്നത്. നിസ്സാര സംഭവമൊന്നുമല്ല അല്ലേ? വായിച്ചാൽ തന്നെ നമുക്ക് പേടിയാവും. ഇത്രയും ആനകളും രഥങ്ങളും 1,00,000 മുകളിലുള്ള കാലാൾപ്പടയും പിന്നെ 65,000-ഓളം കുതിരകളും ഒക്കെയുള്ള ഭയങ്കരമായ ഒരു സംഭവമാണ് എന്ത്? അക്ഷൗഹിണി സേന. അപ്പോൾ ഈ ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ അഭിമന്യു അക്ഷൗഹിണി സേനാവോക്കോ ചുനൗത്തി ദേത്താ ഹുവ. അക്ഷൗഹിണി സേന ഇപ്പം നമ്മൾ പറഞ്ഞ ഇത്രയും വലിയ ഒരു സേനയ്ക്ക് ചുനൗത്തി ദേത്താ ഹുവ വെല്ലുവിളിച്ചുകൊണ്ട്, ചുനൗത്തി ദേന എന്ന് പറഞ്ഞാൽ വെല്ലുവിളിക്കുക എന്നാണ്. അപ്പം ഈ അക്ഷൗഹിണി സേനകൾക്ക് ഒരു വെല്ലുവിളി ആയിക്കൊണ്ട് കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഘിർ ജായേ ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു വന്ന് വളയപ്പെടില്ല എന്ന് ആര് കണ്ടു? അപ്പോൾ ആ വരികളുടെ അർത്ഥം ഇതാണ്. എന്തറിയാം എപ്പോഴാണ് ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ അക്ഷൗഹിണി സേനകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ദുസ്സാഹസിയായ അഭിമന്യു വന്ന് വളയപ്പെടില്ല എന്ന്. ഖിർജാന എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെടുക, വളയപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ സന്ദർഭം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ സന്ദർഭമാണ്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം
നടക്കുകയാണ്. കൗരവന്മാർ അന്യായത്തിൻ്റെ പക്ഷത്തും പാണ്ഡവന്മാർ ന്യായത്തിൻ്റെ പക്ഷത്തും ആയിരുന്നു. അപ്പോൾ ഈ അഭിമന്യു പാണ്ഡവരുടെ സൈഡിൽ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അഭിമന്യുവിനെ കുരുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ചക്രവ്യൂഹം രചിച്ചു. അഭിമന്യുവിനെ കുരുക്കാൻ വേണ്ടി അവർ ചക്രവ്യൂഹം രചിച്ചു. അഭിമന്യുവിനാണെങ്കിൽ ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കാൻ അറിയാമായിരുന്നു, പക്ഷേ അതിനകത്ത് പുറത്തു വരാൻ അറിയില്ല. അതുകൊണ്ടാണ് അഭിമന്യുവിനെ ഇവിടെ ദുസ്സാഹസി അഭിമന്യു എന്ന് പറഞ്ഞിരിക്കുന്നത്. ദുസ്സാഹസം, സാഹസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനാണ്. നമ്മൾ ജീവൻ പോയാൽ പോട്ടെ, അല്ലെങ്കിൽ റിസ്ക് എടുത്ത് ചെയ്യുന്ന പണിക്കാണ് നമ്മൾ സാഹസം എന്ന് പറയുന്നത്. ദുസ്സാഹസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേതാണ്, അല്ലേ? അപ്പം ഈ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ തന്നെ അതീവ ദുരൂഹമാണ്, മിസ്റ്റീരിയസ് ആണെന്നാണ് പറഞ്ഞത്. അതായത് ആകെ ദുരൂഹമാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ അറിയില്ല എന്ന് അഭിമന്യുവിന് തന്നെ അറിയാം. എന്നിട്ടും ഈ ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി അദ്ദേഹം അതിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? ദുസ്സാഹസി എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഈ പറയുന്ന വരികളുടെ അർത്ഥം, അതാണ് ഈ സന്ദർഭം. അതാണ് ക്യാ ജാനെ, എന്തറിയാം, കബ് ഇസ് ദുരൂഹ് ചക്രവ്യൂഹമേ അക്ഷൗഹിണി സേനാവോ ചുനൗത്തി ദേത്താ ഹുआ कोई ദുസ്സാഹസി അഭിമന്യു ആകർ ഘിർ ജായ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിപ്പോൾ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന്, അല്ലേ? ഈ അസത്യവും സത്യവും അല്ലെങ്കിൽ ന്യായവും അന്യായവും തമ്മിലുള്ള യുദ്ധം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം ഈ അന്യായത്തിനെതിരെ പോരാടാൻ, ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്ന് പോരാടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അഭിമന്യുവിനെ പോലെയുള്ള ദുസ്സാഹസികളായ ചില ആൾക്കാർ വരും എന്നാണ് ഇവിടെ പറയുന്നത്. അഭിമന്യുവിന് എന്താ സംഭവിച്ചതെന്നും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അഭിമന്യു ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കുന്നു. അഭിമന്യുവിന് പുറത്തു പോകാൻ അറിയില്ല. അങ്ങനെ അഭിമന്യു യുദ്ധം ചെയ്യുന്നു. അഭിമന്യു യുദ്ധം ചെയ്ത അവസാനം അഭിമന്യുവിൻ്റെ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ഒരായുധവും ഇല്ലാതായി കഴിഞ്ഞപ്പം അഭിമന്യു എന്ത് ചെയ്തു? അവിടെ കിടന്ന ഒരു പൊട്ടിയ ചക്രം, ഒരു രഥത്തിൻ്റെ പൊട്ടിയ ചക്രം എടുത്ത് കൗരവന്മാരോട് യുദ്ധം ചെയ്തു. മനസ്സിലായില്ലേ? അവർ യുദ്ധനീതി ഒന്നും പാലിക്കാതെയാണ് കൗരവന്മാർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്ക് നിരായുധനായ ഒരുത്തനെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷേ അവരതൊന്നും നോക്കാതെ നിരായുധനായ അഭിമന്യുവിനെ പിന്നെയും നേരിട്ട് കൊണ്ടിരുന്നപ്പോൾ അഭിമന്യു അവിടെ കിടന്നിരുന്ന ഒരു രഥത്തിൻ്റെ പൊട്ടിയ ചക്രം എടുത്തിട്ടാണ് ഈ കൗരവന്മാരുടെ ബ്രഹ്മാസ്ത്രങ്ങളെ നേരിട്ടത്. മനസ്സിലായോ? അപ്പോൾ ആ സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിൽ കുറച്ച് പ്രതീകങ്ങളെ പറ്റി പറയുന്നുണ്ട്. യഹേക്ക് പ്രതീകാത്മക കവിത ഹേ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് പ്രതീകങ്ങളുണ്ട്. നിങ്ങൾ നോക്കിയേ. അഭിമന്യു ന്യായ് യാ സത്യക്കെ പക്ഷമേ രഹനെ വാലാ ഹേ. അപ്പോൾ അഭിമന്യു ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും പക്ഷത്ത് വസിക്കുന്നവനാണ്. तो कौरव अन्याय और असत्य के पक्ष में रहने वाले यानी वे ശോഷക് വർഗ് ഹെ. കൗരവന്മാർ അന്യായത്തിൻ്റെയും അസത്യത്തിൻ്റെയും പക്ഷത്ത് ജീവിക്കുന്നവരാണ്. അതായത് അവർ ശോഷകരാണ്. ശോഷകർ വർഗ് എന്ന് പറഞ്ഞാൽ ചൂഷകർ എന്ന് മലയാളത്തിൽ പറയും. നമ്മളെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരെയാണ് നമ്മൾ ശോഷക് വർഗ് എന്ന് പറയുന്നത്. അപ്പോൾ കൗരവ് ശോഷക് വർഗ് കാ പ്രതീക് ഹെ, അഭിമന്യു ശോഷിത് സമാജ് കാ പ്രതീക് ഹെ. കൗരവന്മാർ ചൂഷകവർഗത്തിൻ്റെ പ്രതീകമാണ്. അഭിമന്യു ശോഷിത് സമാജ് കാ പ്രതീക് ഹെ. അഭിമന്യു ചൂഷണം ചെയ്യപ്പെടുന്ന സമൂഹത്തിൻ്റെ പ്രതീകമാണ്. ഇനി നോക്കിയേ. ടൂട്ടാ പഹിയ കിസ്കാ പ്രതീക് ഹെ. ഈ പൊട്ടിയ ചക്രം എന്തിൻ്റെ പ്രതീകമാണ്? ശോഷകോ കെ വിരുദ്ധ ലഡ്നെ വാലെ കോയി ലഘു യാ ഉപേക്ഷിത് മാനവ് കാ പ്രതീക്. അതായത് ചൂഷകർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഏതെങ്കിലും ലഘു യാ ഉപേക്ഷിത് മാനവ്. ലഘു എന്ന് പറഞ്ഞാൽ നിസ്സാരനായ, ഉപേക്ഷിത് മാനവ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ, അങ്ങനെയുള്ള മനുഷ്യൻ്റെ പ്രതീകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? മഹാഭാരതത്തിലെ ആ സന്ദർഭവും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ പറഞ്ഞതിൻ്റെ അർത്ഥവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് ഈ കവിത നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ അക്ഷൗഹിണി സേനാവെന്നും ബ്രഹ്മാസ്ത്രം എന്നൊക്കെ കയറുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകും. അപ്പോൾ ആ കഥ നിങ്ങളാദ്യം മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു പ്രതീകാത്മകമായ കവിതയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഈ കവിത മുഴുവൻ ഒന്ന് വായിച്ചിട്ട് എനിക്കതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തരണം. ഒരു 3-4 പ്രാവശ്യം വായിച്ചാലേ നിങ്ങൾക്കിത് തെറ്റാതെ വായിക്കാൻ പറ്റുള്ളൂ. അപ്പം കവിത മുഴുവൻ വായിച്ചിട്ട് നിങ്ങളതിൻ്റെ
ഓഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തരിക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദ്. അൽവിദ.